ഈ പരിസ്ഥിതി ദുരന്തങ്ങൾ ഉണ്ടാക്കിയ കപ്പൽ അപകടങ്ങൾ ഇത് മാത്രമല്ല, മുൻപ് വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ഈ ദ്വീപുകളെയും മത്സ്യസമ്പത്തിനെയും ഒക്കെ അപ്പാടെ ഇല്ലാതാക്കിയ ദുരന്തങ്ങൾ വരെ ഇക്കൂട്ടത്തിൽ പെടുന്നുമുണ്ട്. ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ അത്തരം ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്നും ആ സമയത്ത് വിവിധ രാജ്യങ്ങൾ സ്വീകരിച്ച മാർഗ്ഗങ്ങൾ, പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം 24 എക്സ്പ്ലെയിനറിലൂടെ. 1993 ജനുവരി 5 ലൈബീരിയൻ കപ്പലായിരുന്ന ബ്രയർ എഞ്ചിൻ തകരാറിനെ തുടർന്ന് സ്കോട്ട്ലാൻഡിന് സമീപം വെച്ച് തകർന്നു. 84,500 ടൺ അസംസ്കൃത എണ്ണയായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. ഈ എണ്ണ മുഴുവൻ കടലിൽ പടർന്നു. ഭരണകൂടം വലിയ ഇടപെടലുകൾ നടത്തി കോടികൾ ചെലവിട്ടാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ ഒരു പരിധിവരെയെങ്കിലും പ്രതിരോധിച്ചത്. വർഷങ്ങളോളം മേഖലയിൽ മത്സ്യബന്ധനം പോലും നടത്താനായില്ല. 2006 ഓഗസ്റ്റ് 11 ഫിലിപ്പൈൻസിലെ സോളാർ 1 കപ്പൽ അപകടത്തിൽപ്പെട്ടു. ഈ കപ്പൽ ഒരു ദ്വീപിനെ ആകെയാണ് ഇല്ലാതാക്കിയത്. ഈ കപ്പലിലും ടൺ കണക്കിന് എണ്ണയാണ് ഉണ്ടായിരുന്നത്. ഇത് കടലിൽ പടരുകയും മത്സ്യസമ്പത്തിനെ ബാധിക്കുകയും സമീപത്തെ ദ്വീപിൽ ഇത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. 2007 ഡിസംബർ 7 ദക്ഷിണ കൊറിയയിലെ ഹെബജ് കപ്പൽ അപകടം. വലിയ അളവിൽ ക്രൂഡ് ഓയിലുമായി യാത്ര ചെയ്തിരുന്ന ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടതോടെ ഇന്ധനം കടലിൽ പരക്കുകയും രക്ഷാപ്രവർത്തനമടക്കം വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്തു. സമീപത്തെ 30ഓളം ബീച്ചുകളെ ഈ അപകടം സാരമായി ബാധിച്ചു. മത്സ്യസമ്പത്ത് ആകെ നശിക്കുകയും പ്രദേശത്തെ സീ ഫാമുകൾ പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്തു. അന്നത്തെ ഭരണകൂടം വലിയ പരിശ്രമങ്ങൾ നടത്തിയാണ് കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കിയത്. 2018 ഡിസംബർ 7 ഫ്രാൻസിലുണ്ടായ TK ഭ്രമൻ കപ്പൽ അപകടം. 60,000 ലിറ്റർ ഇന്ധനമാണ് ഈ ഭീമൻ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇത് പൂർണ്ണമായി കടലിലേക്ക് ഒഴുകി. സമുദ്ര പരിസ്ഥിതിക്കും പ്രാദേശിക സമൂഹത്തിനും വലിയ നഷ്ടമാണ് ഈ കപ്പൽ അപകടം ഉണ്ടാക്കിയത്. മുഴുവൻ ജീവനക്കാരെയും രക്ഷിക്കാനായെങ്കിലും ഈ മേഖലയിൽ പിന്നീട് വർഷങ്ങളോളം ദുരന്തത്തിന്റെ പ്രതിഫലനങ്ങൾ ദ്വീപ് സമൂഹം കാണേണ്ടി വന്നു. 2021 മെയ് 21 കൊളംബോയിലെ എക്സ്പ്രസ് പേൾ കപ്പൽ അപകടം. വ്യാപകമായ അളവിലെ പ്ലാസ്റ്റിക് ആണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇത് കടലിൽ പടരാതിരിക്കാൻ പരമാവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും 2000 ടൺ പ്ലാസ്റ്റിക് കടലിൽ വ്യാപിച്ചു. മത്സ്യസമ്പത്ത് മാസങ്ങളോളം ഇല്ലാതായി. ഇതൊക്കെ ലോകം കണ്ട വലിയ കപ്പൽ ദുരന്തങ്ങളും അതിൻ്റെ പ്രതിഫലനങ്ങളുമാണ്. കപ്പൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ പ്രതിരോധ രക്ഷാപ്രവർത്തന മാർഗങ്ങളിൽ നാം അല്പം കൂടി മുന്നോട്ടു പോകേണ്ടിയിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് പുതിയ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്.